ഇലയട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ആട്ടപ്പൊടി 240 ml 2 കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടാണ് ഇലയട ഉണ്ടാക്കുന്നത്. രണ്ട് കപ്പ് ആട്ടപ്പൊടി അളന്നെടുക്കട്ടെ. ഒരു കപ്പ് രണ്ട് കപ്പ് ആട്ടപ്പൊടി അളന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ആട്ടപ്പൊടി കുഴച്ചെടുക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ആട്ടപ്പൊടിയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കുക. 1 കപ്പ് വെള്ളം ഒന്നായിട്ട് നമ്മൾ ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കരുത്. കുറേശ്ശെയായി ഒഴിച്ച് കൊടുത്ത് കുഴച്ചെടുക്കണം. നന്നായി കുഴച്ചെടുക്കുക. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് 2 കപ്പ് ആട്ടപ്പൊടി കുഴച്ചെടുക്കാനായിട്ട് 1 കപ്പ് വെള്ളമാണ് ആവശ്യമായത്. ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇലയട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് മുഴുവനായി ഒന്ന് ചിരകി എടുക്കട്ടെ. ഇലയടയുടെ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് ചിരകി എടുക്കട്ടെ. ഇലയടയിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 5 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഇതൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഏലക്ക പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് പൊടിച്ചെടുക്കട്ടെ. ഏലക്ക പൗഡർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇലയടയിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ചട്ടിയിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഒന്ന് വാടി വരട്ടെ. അതുകൊണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തേങ്ങ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. തേങ്ങയും ഏലക്ക പൗഡറും ഒരുപോലെ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം.
ശർക്കര ചെറുതായി കട്ട് ചെയ്തതാണ്. ഇനി ശർക്കര നന്നായി ഒന്ന് ഇതിൽ ലയിച്ച് വരട്ടെ. അതോടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി കൊടുക്കുക. തേങ്ങ ശർക്കര ഒരുപോലെ മിക്സ് ആകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ശർക്കര നന്നായി തേങ്ങയിലേക്ക് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് ഇലയടയിലേക്ക് ഫില്ലിംഗ് ആയി ചേർത്ത് കൊടുക്കാം. ഇലയട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ വാഴയില എടുത്ത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. വാഴയില ഇനി നന്നായി വൃത്തിയിലൊരു തുണി വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് മാവ് ബോൾ ഷേപ്പിലാക്കിയിട്ട് എടുക്കുക. ഇതിൽ വെച്ചിട്ട് പരത്തി കൊടുക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം ഇടയ്ക്ക് ഇങ്ങനെ കയ്യുമ്മേ തൊട്ട് കൊടുക്കണം. ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കയ്യിൽ മാവ് ഇടയ്ക്ക് വെള്ളത്തിൽ ഇങ്ങനെ കൈ വെച്ച് കൊടുക്കുക. ഇങ്ങനെ പരത്തി കൊടുക്കുക. ഇലയുടെ ഒരു ഷേപ്പിൽ പരത്തിയെടുക്കുക. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഇങ്ങനെ കൈ വെള്ളത്തിൽ തൊട്ട് കൊടുക്കുക. ഇതുപോലെ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫില്ലിങ് തേങ്ങ ശർക്കരയും ചൂടാറി വന്നിട്ടുണ്ട്. നമ്മൾ ഫില്ലിങ് തയ്യാറാക്കി വെച്ചത് ഇതിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിങ്ങനെ വാഴയിലിങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം മാവ്. അപ്പോൾ നമ്മുടെ ഇലയുടെ ഒന്നിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി മുഴുവൻ ഇതുപോലെ ഞാൻ ചെയ്തെടുക്കട്ടെ. ഇലയുടെ മുഴുവനായും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ ഇലയുടെയും ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. മടക്കി വെച്ച് കൊടുക്കുകയാണ്. മുഴുവൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇഡ്ഡലി ചെമ്പ് ഗ്യാസിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാണ്. ഇനി ഇലയട നന്നായി വെന്ത് വരട്ടെ. ഇഡ്ഡലി ചെമ്പിലെ വെള്ളമൊക്കെ തിളച്ച് നന്നായി വേവ് റെഡിയായി വരട്ടെ. അതോടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഇലയട ഒരു 15 മിനിറ്റ് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇലയുടെ വേവൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടാണ്. വേവൊക്കെ റെഡിയായി അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.